ഈ ഒരു ജേണിയിൽ, അതായത് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻ പ്രോഗ്രാമിംഗ് ഇൻ ജനറൽ, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെ നമ്മൾ വളരെ ഇഗ്നോർ ചെയ്തിടുന്ന ഒരു ഏരിയയാണ് ടച്ച് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് കീബോർഡിൽ നോക്കാതെ നമുക്ക് 10 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളത്. കാരണം പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഒരുപാട് സമയം നമ്മൾ കോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം വളരെ ഫാസ്റ്റായിട്ട് ഫ്ലുവൻ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഫാസ്റ്റായിട്ട് വേണമെന്നില്ല, ബട്ട് ഒരു 20 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെ വരുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗെയിം പോലെ ലേൺ ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾ കീബോർഡിൽ എഫും ജെയും എന്ന് പറയുന്ന 2 കീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രത്യേകത കാണാം. ബാക്കി കീസിനെ അപേക്ഷിച്ച് നോക്കുമ്പം അതിനൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ വേരിയേഷൻ അവിടെ കാണും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പം അവിടെ ഒരു മാർക്കിംഗ് കാണാം. ആ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ നോക്കാതെ തന്നെ നമ്മുടെ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗേഴ്സ്, അതായത് ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ എഫ് കീയിലും റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ജെ കീയിലും വരുന്ന രീതിയിലാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് വരുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ടൈപ്പിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒരു URL ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ലിങ്കിൽ പോവുക. ഈ ഒരു ലിങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ഫ്രീ ലെസൺ, കുറച്ചൊരു ബിഗിനിങ് പേജിലെത്തും. ആ ഒരു ഫസ്റ്റ് ലെസൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഗെയിം ബോൾ പോലെയുള്ളൊരു സംഭവമാണ്. ഇതൊരു 10-20 ദിവസം ഒരു 10-20 മിനിറ്റ് വീതം ഗെയിം കളിക്കുന്ന പോലെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടച്ച് ടൈപ്പിംഗ് വളരെ ഈസി ആയിട്ട് ലൈക്ക് കീബോർഡിൽ നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ലോങ് ജേണി, നിങ്ങളെ സിസ്റ്റം കമ്പ്യൂട്ടർ ഇനി കീബോർഡ് യൂസ് ചെയ്തിട്ട് എത്ര കാലം യൂസ് ചെയ്യുന്നോ അത്രയും കാലം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന ഒരു സ്കില്ലായിരിക്കും. വളരെ നമ്മൾ ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെ വളരെ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു ഏരിയയാണ്, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. കാരണം ഇത് അക്വയർ ചെയ്തെടുക്കാനും സ്കില്ല് ലേൺ ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. ജസ്റ്റ് ലൈക്ക് പ്ലേയിങ് എ ഗെയിം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ലെസൺ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കുറച്ചൊരു ഇൻറ്ററാക്റ്റീവ് മോഡിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. അതായത് ആ ഫിംഗേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം. എന്നിട്ട് മുകളിൽ കുറച്ച് ലെറ്റേഴ്സ് കാണിക്കും, ഏതൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ആ ലെറ്റേഴ്സ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ഫിംഗേഴ്സ് എവിടെ പ്ലേസ് ചെയ്ത് എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് എൻ്റെ ഇൻഡെക്സ് ലെഫ്റ്റ് ഫിംഗർ ഉപയോഗിച്ച് F പ്രസ് ചെയ്യാനാണ്. അത് ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരും, ഇൻഡെക്സ് റൈറ്റ് ഫിംഗർ യൂസ് ചെയ്തിട്ട് J പ്രസ് ചെയ്യാനായിട്ട്. അത് ഞാൻ പ്രസ് ചെയ്തു. ഓക്കെ, ആ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ലെസൺ പോലെ വരും. അപ്പോൾ F J തെറ്റിക്കഴിഞ്ഞാൽ ഒരു റെഡ് മാർക്ക് എന്തെങ്കിലും വരും. കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഗ്രീൻ മാർക്ക് വരും. ഓക്കെ, സോ ഇത് ആദ്യമേ തന്നെ സ്പീഡിൽ ചെയ്യണമെന്നില്ല. ഏറ്റവും സ്ലോ ആയിട്ട് തെറ്റിക്കാതെ ചെയ്ത് നോക്കുക. ഗ്രാജുവലി നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ഫ്ലുവൻ്റ് ആവുന്നതനുസരിച്ച് ഇത് ഇമ്പ്രൂവ് ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഇത് ഒരു ഗെയിം പോലെ ഒരു 10-20 ദിവസം, മോസ്റ്റ്ലി ഒരു 20 ദിവസം വേണ്ടി വരില്ല. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു 20 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങളുടെ സ്പീഡ് ഇതിൽ കാണിക്കും. 20 വേർഡ്സ് പെർ മിനിറ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങളുടെ അലോങ് ദ ജേണി, ഡാറ്റാ സയൻസ് ജേണിയിൽ. ഓക്കെ, സോ ഇത് മറക്കാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.